ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യമ്മി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. മീനില്ലാതെ ചെയ്യാൻ പറ്റിയ ഏതാണ്ട് മീൻ കറിയുടെ ഒരു രുചിയിൽ വരുന്ന ഒരു കറിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. എന്തായാലും മീനിട്ടിട്ടുള്ള ടേസ്റ്റ് ഒന്നും എന്തായാലും ഉണ്ടാവില്ല. പക്ഷെ എന്നും മീൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു മീൻ കിട്ടാത്ത സമയത്തൊക്കെ മീൻ കറി കിട്ടിയെങ്കിൽ എന്നൊരു തോന്നലുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. മൺചട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി എടുക്കുമ്പോൾ ചെറുതാണെങ്കിൽ 2 വേണം, വലുതാണെങ്കിൽ 1 മതി. ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, 2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞളും, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇതിലേക്ക് 2 അല്ലി കറിവേപ്പില ചേർക്കണം. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുമ്പോൾ ഇതിൽ നിന്ന് തക്കാളിയിൽ നിന്നും സവാളയിൽ നിന്നൊക്കെ നന്നായിട്ട് അതിന് നീരിറങ്ങി വരും. പിന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സ് ആയി കിട്ടും. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സ് ആയി കിട്ടും. ഇനി കയ്യിലൂടെ കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുക. നല്ല നാടൻ രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളെല്ലാ കറികളും, നാടൻ കറികളൊക്കെ നമ്മൾ കൈകൊണ്ട് നന്നായി തിരുമ്മിയിട്ടാണ് മീൻ കറിയൊക്കെ വെക്കുക അല്ലേ. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം കൂടി പോകണ്ട. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ അടുപ്പിലേക്ക് മാറ്റാം. അപ്പോൾ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. സാധാരണ നമ്മൾ മീൻകറി വെക്കുകയാണെങ്കിൽ ഇതുപോലെ തിരുമ്മിയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ, പിന്നെ അത് തിളക്കുന്ന സമയത്ത് മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. സാധാരണ വഴറ്റിയിട്ട് വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കാം. ഇതിന് വേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. 1 നുള്ള് പെരുംജീരകം, 1 നുള്ള് ഉലുവൻ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഈ തേങ്ങ ഒക്കെ അരച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുമുണ്ട്. കണ്ടില്ലേ, ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഈ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. ആ സമയത്താണ് നമുക്കിതിലേക്ക് വേണ്ട അരപ്പൊഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചുകൂടെ വെള്ളം ഇതിൽ ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ അരക്കുമ്പോൾ നന്നായിട്ട് കുറുകുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ വെള്ളം ചേർത്തോളൂ. അപ്പോൾ ചിലർക്ക് നല്ല തിക്നെസ്സിലാണ് ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് നല്ല വെള്ളം പോലത്തെ കറിയായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ മീനൊക്കെ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീനൊക്കെ എന്നും കൂട്ടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ മീനൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമല്ലേ, ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടുന്നത് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ചോറിൽ ഒക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ മിക്സൊക്കെ ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും തിക്നെസ് ഞാൻ ആക്കിയിട്ടുണ്ട്, കാരണം ഇതിൽ മീനൊന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ കുറച്ചൊരു തിക്നെസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യുക. വെള്ളം ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്യുക. കറി ഞാനിപ്പോൾ സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് തൂമിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ചെറിയുള്ളി വേണ്ടവർക്ക് ചേർക്കുക. ഞാനിപ്പോൾ എളുപ്പത്തിൽ ചെയ്യുന്നതുകൊണ്ടാണ് സവാള ചേർത്തത്. അപ്പോൾ സവാളൊക്കെ മൂത്ത് വരുമ്പോൾ കറിവേപ്പില കൂടെ ചേർക്കുക. ചേർത്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കറിയിലേക്ക് ആഡ് ചെയ്യാണ്. കറി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇതുപോലെ വറവിടണം കേട്ടോ. വറവിടുമ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുന്നത് വളരെ കുറവാണല്ലേ. അപ്പോൾ എന്നും മീൻ കറിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മീൻ കറിയുടെ ഒരു ചാറെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ എന്ന് തോന്നും അല്ലേ, മീനൊക്കെ കിട്ടാത്ത സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സവാള ചേർത്തത്. ചെറുള്ളി ചേർക്കായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.